ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യത്തിലുള്ള ഒളിച്ചുകളി സിപിഎം നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. വീട് നിർമ്മാണത്തിന് ചെലവിട്ട തുകയിലടക്കം അവ്യക്തത ഉയരുമ്പോഴും കണക്ക് പാർട്ടിയെ മാത്രം ബോധിപ്പിച്ചാൽ മതിയെന്ന നിലപാട് സംശയം ഇരട്ടിപ്പിക്കുന്നുണ്ട്. ഇതിനൊപ്പം വി കുഞ്ഞികൃഷ്ണൻ തുടർ നീക്കങ്ങളിലും സിപിഎം നേതൃത്വത്തിന് ആശങ്ക മാത്രമാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് പാർട്ടി അണികളിലടക്കമുണ്ടായിരുന്ന സംശയം ദൂരീകരിക്കാൻ സാധിക്കുന്നതൊന്നും പാർട്ടിയുടെ കയ്യിൽ ഇല്ലെന്നതാണ് ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബോധ്യമായത്. പാർട്ടി ആവശ്യത്തിനായി പിരിച്ച തുകയുടെ കണക്ക് പൊതുസമൂഹത്തിന് അവതരിപ്പിക്കാറില്ലെന്ന വാദം കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ ബലം കൂട്ടുന്നതാണ്. മറച്ചുവെക്കാൻ പലതും നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് മറുപടികളിലെല്ലാം വ്യക്തമാക്കുന്നത്. കേസ് നടത്തിപ്പിനുള്ള തുക ഇപ്പോഴും പാർട്ടി അക്കൗണ്ടിൽ ഉണ്ടെന്ന് വാദിക്കുന്ന ജില്ലാ സെക്രട്ടറി അനുഭാവികൾക്ക് വിശ്വാസമാകാനെങ്കിലും കാര്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് പറയുന്നില്ല. ആരോപണങ്ങളെല്ലാം വ്യക്താധിഷ്ഠിതമാണെന്ന നിലപാടും പ്രതിരോധം ദുർബലമാക്കുന്നതാണ്. പയ്യന്നൂരിലെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം പയ്യന്നൂർ MLA സഖാവ് ടി.ഐ. മസൂദനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടി.ഐ. മസൂദൻ ആ ബാങ്കിന്റെ പ്രസിഡന്റ് അല്ല. കുഞ്ഞികൃഷ്ണൻ ഉത്തമ കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന കുറ്റപ്പെടുത്തൽ നേതൃത്വം പരസ്യമാക്കുമ്പോഴും വരാനിരിക്കുന്ന പുസ്തകത്തെ സിപിഎം ഭയപ്പെടുന്നുണ്ട്. ആരോപണങ്ങളെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകൾ പുസ്തകത്തിലൂടെ പുറത്തുവന്നാൽ പാർട്ടി നേതാക്കളുടെ നില കൂടുതൽ പരുങ്ങലിലാകും. ഇതിനൊപ്പം തന്നെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന് പിന്നിൽ ആളുകളുണ്ടെന്ന കാര്യവും സിപിഎം നേതൃത്വം മുന്നിൽ കാണുന്നു. പുറത്താക്കൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കുഞ്ഞികൃഷ്ണന് അഭിവാദ്യം അർപ്പിച്ച് സ്ത്രീകളടക്കം രംഗത്തിറങ്ങിയത് ചെറിയ കാര്യമല്ല. അച്ചടക്ക നടപടി സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ ഇന്ന് വിശദീകരണം നടത്തിക്കഴിഞ്ഞാൽ പൊതുയോഗമടക്കം സംഘടിപ്പിക്കാനും ആലോചനയുണ്ട്. മീഡിയ 1 കണ്ണൂർ.